ഈ ഷോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ ഗീവ് അവേ പ്ലാൻ ചെയ്ത് ഷോർട്സിലിട്ട വർക്കായിരുന്നു. നമ്മൾ വിന്നറിനെയും അനൗൺസ് ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വെൽക്കം ടു ആതിര ആർട്ടിസ്ട്രി. ഫസ്റ്റ് സ്കെച്ചിങ് ആണ്. എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പേപ്പറിലേക്ക് വരച്ചെടുക്കുക. ഇനി വരയ്ക്കാൻ കഴിയില്ല എങ്കിൽ ഒരു പ്രിന്റ് എടുത്താലും മതിയാവും. നെക്സ്റ്റ് പ്രിന്റ് മേക്കിംഗ് ആണ്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പൊട്ടറ്റയാണ്. പൊട്ടറ്റയുടെ മേളിലേക്ക് പകുതി ഹാഫ് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ലോട്ടസ് വരച്ചെടുത്തിട്ട് ഒരു നൈഫ് യൂസ് ചെയ്ത് അത് കട്ട് ചെയ്തു. ഇത് ഞാൻ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന നൈഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നൈഫ് വേണേലും യൂസ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഫസ്റ്റിൽ തന്നെ സക്സസ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ 2-3 പൊട്ടറ്റോ സ്റ്റോക്ക് ചെയ്ത ശേഷം മാത്രം കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ചെയ്യേണ്ടത് അയണിങ് ആണ്. എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലോത്ത് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക. അടുത്തത് ട്രേസിംഗ് ആണ്. കാർബൺ പേപ്പറും ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഒരൊറ്റ പ്രിന്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോൾ മൊത്തം വരച്ചെടുക്കാൻ പറ്റും എന്നതാണ് ഈ ട്രേസിംഗ് മെത്തേഡിന്റെ പ്രത്യേകത. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയാവും. ട്രേസ് ചെയ്യുമ്പോൾ പേപ്പർ മൂവ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട്. മെറ്റീരിയൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് കളറിംഗ് ആണ്. കാര്യം സ്കെച്ചിങ്ങിൽ കൂടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ കളറിങ്ങിൽ അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്ക് ലോട്ടസ് എങ്ങനെയാണ് വരച്ചതെന്ന് നോക്കാം. ഓരോ പെറ്റൽസിൻ്റെയും ഔട്ട്ലൈൻ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത ശേഷം അതിനുള്ളിലേക്ക് കളർ ഫില്ല് ചെയ്യുന്ന മെത്തേഡിലാണ് ഈ ഫ്ലവർ ഫുള്ള് ചെയ്തിരിക്കുന്നത്. പെറ്റൽസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത കളേഴ്സ് ഡാർക്ക് ബ്ലൂ, വയലറ്റ്, വൈറ്റ് ഈ 3 കളേഴ്സും കൂടെ മിക്സ് ചെയ്താണ് ഓരോ പെറ്റൽസും ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത ശേഷമാണ് നമ്മൾ ഫൈനൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോഴും ഇതേ 3 കളർ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ഡാർക്ക് കളർ വെച്ച് ഓരോ പെറ്റൽസും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. പിന്നെ കൂടാതെ വൈറ്റ് യൂസ് ചെയ്ത് ഹൈലൈറ്റും ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഷോളിൻ്റെ 2 എഡ്ജസിലുമുള്ള താമരകൾ ഞാൻ ഫുള്ള് വരച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലോട്ടസ് ഫിനിഷ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ലീഫും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ്. ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് എഡ്ജസ് മാർക്ക് ചെയ്ത ശേഷം ലീഫ് ഞാൻ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്ത് തന്നെ ഫില്ല് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് തണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇതേ 2 കളറും വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. പൊട്ടറ്റോയിലേക്ക് ഇതേപോലെ വയലറ്റും ഗ്രീനുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സാമ്പിൾ വേറെ ഷീറ്റിൽ നോക്കിയിട്ട് മാത്രമേ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് അപ്ലൈ ചെയ്യാവൂ. അതുപോലെ തന്നെ സൈഡിൽ ഈ ആരോ കാണിച്ചിരിക്കുന്നത് പോലെ പിൻ വെച്ചിട്ട് ഈ ക്ലോത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രിന്റ് ഡയറക്റ്റ് വരാത്ത പോർഷനിൽ നമുക്ക് ഇതുപോലെ ബ്രഷ് കൊണ്ടും ടച്ചപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. 5 സ്റ്റെപ്പ് ലോട്ടസ് പ്രിന്റിംഗ് ആൻഡ് പെയിന്റിംഗ് മെത്തേഡ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്താൽ സന്തോഷം.